ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഗാരേജിൽ വിശേഷങ്ങളായിട്ടാണ്. കുറച്ച് ദിവസമായി ഗാരേജിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. കാരണം ഒരു ലോങ് യാത്രയിലായിരുന്നു. ഞാൻ ഗുജറാത്ത് വാപ്പി ഡമൻ വരെ പോയേക്കായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1600 കിലോമീറ്റർ അകലെയായിരുന്നു. ഓക്കെ, നമ്മളെ ആരെയും കൊണ്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേ തിരിച്ചത് ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമാണ്, 23-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ ഗാരേജിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ പോയ ഏകദേശം ഒരു 11 ദിവസത്തോളം ഏകദേശം ഒരു 8 വണ്ടിയോളം ഇവിടെ ഡെലിവറി ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ 2-3 വണ്ടികളുടെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ച് വണ്ടികളുടെ വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ 2-3 വണ്ടികളുടെ എന്തായാലും വരുന്നതാണ്. കോഡീസ് അതേപോലെ തന്നെ സെന്നിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതാണ്. പക്ഷേ ഇന്നോവകൾ പോയതിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കസ്റ്റമേഴ്സ് തന്നെ ക്ഷമിക്കുക, ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരുന്നു. ഓക്കെ, ബാക്കിയുള്ള വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഗാരേജിൽ ഇപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ് നടക്കുന്ന വണ്ടികളും കാണാം. അതേപോലെ തന്നെ വന്നിട്ടുള്ള വണ്ടികൾ കാണാം. അതേപോലെ പെയിൻറ്റിങ് അടിച്ചിട്ടുണ്ട് 2-3 വണ്ടികൾ, ആ വണ്ടികൾ കാണാം. പിന്നെ നമ്മൾക്കിപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 25-ാം തീയതി കഴിഞ്ഞിട്ട് 26, 27 ആ ടൈമിലൊക്കെ നമ്മളെ ഗാരേജായിട്ട് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഗാരേജിലെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. നമ്മളുടെ ഗാരേജിൻ്റെ പാർക്കിംഗ് സ്ഥലത്ത് ഇത്രത്തോളം വണ്ടികളാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാച്ച് വർക്ക് കഴിഞ്ഞ് പുട്ടിവർക്കൊക്കെ പകുതിയോളൊക്കെ ആയിട്ട് കിടക്കുന്ന വണ്ടികളാണ്. ഒരു വണ്ടി ഫിനിഷിങ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു വണ്ടി വന്ന് കിടക്കുന്നുണ്ട്, റെഡ് കളർ ഇന്നോവ വന്നും കിടക്കുന്നുണ്ട്. അപ്പോൾ അതും വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ നിൽക്കുന്നു. ഇതൊക്കെ ഫുൾ പാച്ച് വർക്ക് കഴിഞ്ഞ വണ്ടിയാണ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് പാർട്സ് കസ്റ്റമർ തന്നെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യുന്ന വണ്ടികളാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ടുള്ള വണ്ടികൾ ലൈനിലാണ്. ഇതിപ്പോൾ നമ്മൾ പാച്ച് വർക്ക് ചെയ്യാനുള്ള വണ്ടികളാണ് ഈ ഒരു സെക്ഷനിൽ കിടക്കുന്നത്. ഇതിപ്പോൾ നമ്മളുടെ സ്ക്രാപ്പാണ് കേട്ടോ. ഗാരേജിൽ ഇപ്പോൾ ഇതൊരു കൺവെർഷൻ ചെയ്തിട്ടുള്ള വണ്ടികളുടെ ഏകദേശം ഒരു മാസത്തെ സ്ക്രാപ്പാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾക്ക് അകത്തേക്ക് പോവാം. 2 വണ്ടി ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾക്ക് ഇന്നോവയിലേക്ക് പോവാം. ഇന്നോവ ഇതൊരു ടൈപ്പ് 2 മോഡൽ വണ്ടിയായിരുന്നു. അപ്പോൾ അത് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്ത് ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റൊക്കെ വെച്ച് ഇപ്പോൾ നമ്മൾ റബ്ബിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഏകദേശം ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ബോണറ്റ് റബ്ബ് ചെയ്യാനുണ്ട്, റൂഫുണ്ട്, അതേപോലെ സൈഡ് വശങ്ങളിൽ കുറച്ച് ഭാഗങ്ങൾ റബ്ബിങ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളുടെ മിററും കാര്യങ്ങളൊക്കെ ഈ ഒരു സെറ്റപ്പ് മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് വർക്കും കാര്യങ്ങളൊന്നുമില്ല, ഇന്നർ വർക്കുകളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബാക്കിലെ ടൈലൈറ്റ് ഇപ്പോൾ LED ടൈലൈറ്റ് ഫിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിഫ്ലക്റ്റും കാര്യങ്ങളൊക്കെ LED കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വാഷിങ്ങും അതേപോലെ തന്നെ ബഫിങ്ങും ബാക്കിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് വണ്ടി ഇവിടെ പെയിൻറ്റിങ് കഴിഞ്ഞു, ഇപ്പോൾ സെറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിലെ ടൈലൈറ്റ് അതേപോലെ ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സെറ്റിങ് ചെയ്യുകയാണ്. ബിണികളും കാര്യങ്ങളൊക്കെ പഴയ തന്നെയാണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വണ്ടി ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിൽക്കുന്നു. ഇനിയിപ്പോൾ ഇത് കട്ടിങ് പോളിഷ് ബാക്കിയാണ്. അതിപ്പോൾ ഇനി എന്തായാലും സെറ്റിങ് ചെയ്തതിന് ശേഷം ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ ഒരു വണ്ടിയുടെ ഷേപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഷേപ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി ഫില്ലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് വേണ്ട ഒരു ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തു. അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പോയിട്ടുള്ള ഭാഗം നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും, ഈ ഒരു രീതിയിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഡീപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ നമ്മുടെ ഒരു വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു വണ്ടിക്ക് കുറച്ച് പാച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ഷേപ്പിൽ. ഇപ്പോൾ ചെറിയ ഡോറിൻ്റെയൊക്കെ സാധനങ്ങളാണെങ്കിൽ ഇതേപോലെ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വെൽഡിങ് ചെയ്ത് കൊടുത്ത് വിടും. പിന്നെ ഓവറായിട്ട് തുരുമ്പുള്ള ഡോറുകളൊക്കെ ആണെങ്കിൽ നമ്മൾക്കത് റീപ്ലേസ് ചെയ്യേണ്ടതും ആവശ്യമുള്ളൊരു i20 നാടകത്തിലെ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ക്ലിയറായി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രൈമർ കോട്ട് ആവാൻ വേണ്ടി ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയറായി നിൽക്കുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു i20 അടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഫുൾ നാടകത്തിലെ അതേപോലെ റൂഫ് ബ്ലാക്ക്, പിന്നെ നമ്മളുടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ പിയാനോ ഫിനിഷിങ് കൊടുക്കാനുള്ള രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതേപോലെ നമുക്ക് ബൂത്തിലേക്ക് പോകണമെങ്കിൽ ഒരു ടൈപ്പ് 2 ഇന്നോവ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഫൈനൽ ഫിനിഷിങ്ങിലേക്കാണ് വർക്ക് നടക്കുന്നത്. അപ്പോൾ മാസ്കിങ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്പോട്ടുകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള കട്ടിങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നേ ഒരുപാട്
കംപ്ലയിൻറ്റ് ഇപ്പോൾ ഈ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പഴയ പെയിൻ്റ് അടിച്ചത് കുറഞ്ഞ ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ആ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ ഉലിഞ്ഞു പോണ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഈ വണ്ടിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു വണ്ടിയുടെ ഫുൾ പെയിൻറ്റ് നമ്മൾക്ക് റിമൂവ് ചെയ്തെടുക്കേണ്ടതായിട്ട് വന്നു. റിമൂവ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യുകയല്ല ചെയ്തത്, വെറുതെ പുട്ടി ബ്ലേഡ് വലിച്ച് റിമൂവ് ചെയ്ത രീതിയിൽ സിമ്പിളായിട്ട് മൊത്തത്തിൽ തന്നെ റിമൂവ് ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നമ്മൾ ഫുള്ളായിട്ട് നല്ല രീതിയിൽ കമ്പനി പെയിൻറ്റ് ഫസ്റ്റ് കോട്ട് ഒരുപാട് ലെയർ പെയിൻറ്റ് വന്ന കാരണമാണ് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ പെയിൻറ്റ് മാക്സിമം കമ്പനി വരുന്ന പെയിൻറ്റ് വരെ നമുക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടതായിട്ട് വന്നു. പഴയ പെയിൻറ്റ് ഫുള്ളും കട്ട് ചെയ്ത് കളഞ്ഞ് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. അതിനുശേഷം ബോഡി ഫില്ലറിൻ്റെ ഉപയോഗം വളരെയധികം കൂടുതലായിരുന്നു ഈ വണ്ടിക്ക് മുന്നിൽ ചെയ്തവർ. അപ്പോൾ അത് നമ്മൾ കുറച്ചതിന് ശേഷം ബോഡി പ്രോപ്പർ ഷേപ്പിങ് ചെയ്തിട്ട് ബോഡി ഫില്ലർ അപ്ലൈ ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇതുമ്പോൾ 2K ക്വാളിറ്റിയിലുള്ള പ്രൈമർ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്രൈമർ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നല്ലൊരു വർക്കിംഗ് ടൈം വന്നു ഈ ഒരു വണ്ടി പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താലുമാണ് കാര്യമുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മളത് വണ്ടി ഫുള്ളായിട്ട് തന്നെ ഈ ഒരു പ്രൈമർ അടിച്ചിട്ടു. അതേപോലെ ഫ്രണ്ടിലെ ബോണറ്റ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ചേഞ്ച് ചെയ്തു. കാരണം അതുമേയും ഒരുപാട് കുട്ടിയായിരുന്നു. ഫ്രണ്ട് ബോണറ്റും ഒരുപാട് കുട്ടി വന്നാൽ കുഴപ്പമെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് വരുന്ന ഏരിയ, എൻജിൻ്റെ ഹീറ്റും അതേപോലെ തന്നെ പ്ലെയിൻ ഏരിയയാണ്. അപ്പോൾ അവിടെ ക്രാക്ക് വരാൻ ചാൻസസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അടിച്ചിട്ടുള്ള പെയിൻറ്റ് മങ്ങാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബോണറ്റ് ചേഞ്ച് ചെയ്തു, വേറെ സെക്കൻഡ് ഹാൻഡ് ബോണറ്റ് തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. PRC കട്ടിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലൈറ്റിങ് വന്നപ്പോൾ ചെറിയൊരു അപാകത തോന്നിച്ചു. അപ്പോൾ അത് കാരണം ഷേപ്പ് കട്ട വെച്ച് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുകയാണ്. അതേപോലെ മാസ്കിങ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയുടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വണ്ടിയുടെ റബ്ബിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എല്ലാ വീട്ടിലും പറയുന്നത് നോട്ടോണിൻ്റെ റബ്ബിങ്ങാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ക്ലോത്ത് പാഡായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നാലാണ് ആ റബ്ബിങ് നമുക്ക് ഗ്ലോ ഫിനിഷിങ്ങിൽ പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ കട്ട് ചെയ്ത ഏരിയ ആണ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിത് റബ്ബിങ് ചെയ്ത് വന്നു. അതിനുശേഷം ആ ഒരു ഏരിയ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഏരിയ ആണ്. അതിപ്പോൾ ബഫ് ചെയ്ത് ക്ലിയർ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് കോട്ട് റബ്ബിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഗ്ലോ പുറത്തേക്ക് കിട്ടി കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കോർണർ അടിക്കുക, അതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിക്കുക, അതിന് ശേഷം നമ്മൾ വാക്സ് അപ്ലൈ ചെയ്യും കേട്ടോ. അത് വാക്സ് അപ്ലൈ ചെയ്യുന്നത് വാഷിംഗ് കഴിഞ്ഞിട്ടായിരിക്കും. നമ്മളോട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് XUV നമ്മളുടെ എവിടെയാണെന്ന്. XUV ഡെലിവറി ആയി. ഈ സമയത്ത് തന്നെയാണ് വണ്ടി ഡെലിവറി ആയത്. അപ്പോൾ ആ വണ്ടി വേറെ നമ്മളൊന്നും ചെയ്തില്ല. ആകെ വണ്ടി ഫുള്ളായിട്ട് തന്നെ കട്ടിങ് പോളിഷ് ചെയ്തു. അതിനുശേഷം നമ്മൾ റിമൂവ് ചെയ്ത പാർട്സുകൾ ഫുള്ളായിട്ട് സെറ്റിങ് ചെയ്തു. പിന്നെ കസ്റ്റമർ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതെല്ലാം സെറ്റിങ് ചെയ്തിട്ട് വണ്ടി ഡെലിവറി ആയിട്ടാണ്. അപ്പോൾ ക്ലിയർ ചെയ്ത് വണ്ടി ഡെലിവറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കിപ്പോൾ ആകെ ഇങ്ങനെ ഫുൾ വർക്ക് ചെയ്തിട്ട് പോവാണ്ട് കിടക്കണ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു ഇന്നോവയും കൂടി ഉള്ളൂ. അപ്പോൾ ആ ഇന്നോവയുടെ കസ്റ്റമർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇവിടെ കിടന്നാൽ കംപ്ലയിൻറ്റ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ 2-3 വാഹനങ്ങൾ നമ്മളുടെ ഇവിടുന്ന് ഡെലിവറി ചെയ്ത് പോയപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ ബോണറ്റ് എന്ന് പറയുന്നത് AGB എന്ന കമ്പനിയുടെ ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് അതിൻ്റെ ബോണറ്റ് കിട്ടാത്ത കാരണം നമ്മൾ പിന്നെ വെച്ച് കൊടുത്തത് ഓറിജിനൽ ടൊയോട്ട ജെന്യുവൻ ബോണറ്റുകളാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ഓറിജിനൽ ടൊയോട്ട ജെന്യുവൻ ബോണറ്റാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമ്മളെ പാട്ട് വന്നു തുടങ്ങി. പക്ഷേ ആ ഒരു ഇടയ്ക്ക് ഒരു 3-4 വണ്ടികൾ നമ്മൾ ജെന്യുവൻ ബോണറ്റ് തന്നെയാണ് വെച്ച് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ടൊയോട്ട ജെന്യുവൻ ബോണറ്റാണ് വെച്ച് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ചെറിയ ബോഡിയിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മറ്റേ ബോണറ്റും ഇതും തമ്മിലുള്ളത് കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ കോട്ടിങ്ങിൻ്റെ റബ്ബിങ്ങും കൂടി ഈ വണ്ടിയുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ ഷേപ്പിങ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് നമ്മൾ ആ ഒരു ബ്ലാക്ക് ഇത് തേക്കേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഷേപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഡോർ ഇപ്പോൾ ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫെൻഡറിൻ്റെ ഷേപ്പിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും സ്പോട്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ.
നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വാട്ടർ കട്ടിങ് തുടങ്ങിയിട്ടാണ്. നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മളുടെ ബോഡി ഇരിക്കുന്നത്. ഒരു ബ്ലറാണ്, നിങ്ങൾക്ക് ബോഡി കാണാനായിട്ട് സാധിക്കും. ബ്ലർ ഫിനിഷിങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്ലർനെസ് മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2000-ൻ്റെ എമരി യൂസ് ചെയ്തിട്ട് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് കട്ടിങ് ചെയ്യുന്നത് കേട്ടോ. ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ക്ലിയർ കോട്ട് ലെവലിങ് ചെയ്യാവുന്ന രീതിയിലാണ് കട്ടിങ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കാം. അതിന് ശേഷം നമുക്ക് വാഷിങ്ങിൽ വണ്ടി കൊണ്ടുപോകാം. വാഷിങ്ങിൽ കൊണ്ടുപോകാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു സിൽവർ ഇന്നോവ നമ്മളിപ്പോൾ വാഷിങ്ങിന് ഇടാനായിട്ട് ഞാനും ഭായും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ഞാനൊരു വണ്ടി കാണിച്ചു തരാം. ഈ സെയിം സിൽവർ തന്നെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്തിട്ട് പിന്നെ വാഷിങ്ങിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. വാഷിങ്ങിലെത്തിയപ്പോൾ ഇതും നമ്മുടെ ഒരു സിൽവർ ഇന്നോവയാണ്. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ സെയിം ഇന്നോവ അവിടെയുണ്ട്, സെയിം ഇന്നോവ അവിടെയുണ്ട്. ഇതും നമ്മൾക്കിപ്പോൾ വാഷിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. നമുക്ക് വണ്ടി ചൊവ്വാഴ്ചയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കാരണം വാഷിംഗ് ഇപ്പോൾ ചെയ്യാണ്ട് ഇട്ടേക്കാണ്. ഓക്കെ, അപ്പോൾ അതും ഫുൾ ഫിനിഷായി നിൽക്കുന്നു. ഈ വൈപ്പറും സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം ഫിനിഷാണ്. ഓക്കെ, അതേപോലെ സിൽവർ ഇന്നോവ ഇവിടെ കംപ്ലീറ്റ് ആയി നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയും വാഷിങ്ങിലിട്ട് തിരിച്ച് റിട്ടേൺ ഗ്യാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ജസ്റ്റ് കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ 2:30 വരെയുള്ള ഇന്നത്തെ ഒരു ദിവസം വീഡിയോ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളൂ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ ഇനി വർക്ക് ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാപ്പി ക്രിസ്മസ്.